ഇപ്പോൾ അഡ്വക്കേറ്റ് മനോജ് കുമാർ ഉണ്ട്, DMK-യുടെ പ്രതിനിധിയാണ്. ശ്രീ മനോജ് കുമാർ, ഇപ്പോൾ മന്ത്രി നേരത്തെ സൂചിപ്പിച്ചു, കാട്ടിനുള്ളിൽ വെച്ചാണ് ഇങ്ങനെ ഈ ആദിവാസി യുവാവിൻ്റെ മരണം സംഭവിക്കുന്നത്, ആനയെ ആക്രമിച്ചുള്ള മരണമുണ്ടാകുന്നത്. അതിലുള്ള പ്രതിഷേധങ്ങൾ, പക്ഷേ ഇത് ജനവാസ മേഖലയിലാണെങ്കിലും പ്രതിഷേധത്തിനും കുറച്ചുകൂടി ഒരു ന്യായമുണ്ടെന്ന് പറയാം. ഇത് ഓഫീസ് അടിച്ചു തകർക്കുന്ന നിലയിലേക്കൊക്കെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ നടപടികൾ തന്നെയാണ് പോലീസും എടുക്കേണ്ടത്. ഇത് ശ്രീ PV അൻവർ MLA-യുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3, 4, 5 3 ദിവസമായി, ഇന്ന് ഉൾപ്പെടെ ഉള്ള 3 ദിവസമായി കേരളത്തിലെ വന്യജീവി ആക്രമണം വഴി കേരളത്തെ ജനത നേരിടുന്ന വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രചരണ ജാഥ നടത്തി വരികയായി. ഈ പ്രചരണ ജാഥ നടത്തി വരുന്നത് ഇന്ന് സമാപനമായിരുന്നു. ഇന്ന് സമാപനം നിലമ്പൂരിൽ വെച്ച് നടക്കാനിരിക്കവെയാണ് ഈ കാട്ടാനയുടെ ചവിട്ടേറ്റ് മണി എന്ന ആദിവാസി യുവാവ് മരണപ്പെട്ട വാർത്ത ഉണ്ടായത്. സ്വാഭാവികമായി ഇന്ന് ഞങ്ങൾ നടത്താനിരുന്ന ജാഥ നിർത്തിവെക്കുകയും ഈ അദ്ദേഹത്തിനുള്ള ആദരസൂചകമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഇനി ജാഥ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ഈ വിഷയം അവതരിപ്പിക്കുകയും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനുള്ള പരിശ്രമം നടത്തുവാനും വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ആരുടെയും സാന്നിധ്യമില്ലായിരുന്നു. അങ്ങനെ സാഹചര്യത്തിൽ അവരെത്തുമെന്ന് അവിടെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. ഏതാണെങ്കിലും അവിടെ ആരും എത്താത്ത സമയത്ത് അവിടെ പ്രതിഷേധിച്ച ആളുകൾക്ക് ഇടയിലുണ്ടായ ചില വികാര വിക്ഷോഭങ്ങളുടെ ഭാഗമായി സംഭവിച്ച ഒരു സംഗതിയാണ് ചെറിയ അക്രമത്തിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്ന അനിഷ്ട സംഭവങ്ങളിലേക്ക് പോയത്. അവിടെ പ്രവർത്തകർക്കുണ്ടായ വികാര വിക്ഷോഭങ്ങൾക്കുണ്ടായ ആ അനിഷ്ട സംഭവത്തിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ ആ വികാരം ശ്രീ അഡ്വക്കേറ്റ് മനോജ് കുമാർ ഒരു കുറച്ചുകൂടി ഉത്തരവാദിത്തോടുകൂടി ഇത്തരം സാഹചര്യങ്ങളിൽ പെരുമാറുകയും വേണമെന്നുകൊണ്ടാണ് മന്ത്രി സൂചിപ്പിച്ചത്. കാരണം കാട്ടിനുള്ളിൽ നടന്ന സംഭവമാണ്, അതിനുശേഷമുള്ള നടപടികൾ എടുക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോൾ ഞാൻ ഒരു ജനവാസ മേഖലയിൽ കാട്ടാൻ ഇറങ്ങി ഇങ്ങനെ ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതിഷേധം വേറെയാണ്. കാടിന് ഒരുപാട് ഉള്ളിലാകുമ്പോൾ മറ്റു രീതിയിലാണ് സാഹചര്യം. അപ്പോൾ മിനിസ്റ്റർ അതാണ് പറയുന്നത്. എന്നിട്ടും ഈ DFO ഓഫീസ് അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, നിയമം കയ്യിലെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ നിങ്ങളൊരു സംഘടന എന്ന നിലയ്ക്ക് ആ സാഹചര്യം മനസ്സിലാക്കി കുറച്ചും കൂടി ഇപ്പം ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നു, കർഷകരുടെ വനമേഖലയിൽ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ആശങ്കയൊക്കെ പഠിച്ച് അറിഞ്ഞുള്ളൊരു യാത്ര നടത്തുമ്പോൾ അതേ ഗൗരവത്തോടെ പക്വതയോടുള്ള ഒരു പെരുമാറ്റം കൂടി ആയിക്കൂടായിരുന്നു എന്നാണ് മന്ത്രി അടക്കം സൂചിപ്പിക്കുന്നത്. തീർച്ചയായും വനാന്തരങ്ങളിലും വനാതിർത്തിക്ക് പുറത്തും കാട്ടാന ശല്യം, കാട്ടാന ചവിട്ടേറ്റ് മരണമടഞ്ഞവരുടെ എണ്ണം നമ്മൾ പരിശോധിച്ചാൽ ഇപ്പൊ 960 മറ്റോ ആയി. കഴിഞ്ഞ 10 വർഷം അല്ല 9 വർഷ കാലയളവിൽ ഉള്ള കണക്കാണ് ഈ പറയുന്നത്. ഈ അടുത്തിടെ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും ബോർഡറിൽ വരെ ആനയുടെ ചവിട്ടേറ്റ് ഒരു 22 വയസ്സുകാരൻ മരണമടഞ്ഞു. ഇങ്ങനെ അനുദിനം കാട്ടാനയുടെ ചവിട്ടേറ്റും അല്ലെങ്കിൽ കാക്കാനയുടെ വന്യജീവികളുടെ ആക്രമണങ്ങളാലും മരണമടയുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇവയുടെ പെരുപ്പം നിയന്ത്രിക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ വനം വകുപ്പും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഗവൺമെന്റും തയ്യാറാവണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ഞങ്ങൾ ഈ പ്രചരണ പരിപാടി നടത്തിയത്. ശരി, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് മനോജ് കുമാർ പ്രതികരണം അറിയിച്ചതിന്.